സുഹൃത്തുക്കളെ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ 36ാമത്തെ ദിവസത്തിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ നോക്കുന്ന ഭാഗങ്ങൾ ജൈവ വൈവിധ്യം, അതിൽ ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതുപോലെ പരിസ്ഥിതി സംഘടനകൾ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ജൈവ വൈവിധ്യം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം അറിയപ്പെടുന്ന പേര് ജൈവ വൈവിധ്യം എന്നാണ്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ജൈവ വൈവിധ്യം എന്ന പദം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാര്? WG റോസൻ. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാര്? WG റോസൻ ആണ്. WG റോസൻ. വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ ഏതൊക്കെ? ജനിതക ജൈവ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, പാരിസ്ഥിതിക വൈവിധ്യം എന്നിവയൊക്കെയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം 2 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ എന്നിവയാണ്. ജൈവ വൈവിധ്യം സംരക്ഷണം 2 തരത്തിലാണുള്ളത്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണം: വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇവയെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് കമ്മ്യൂണിറ്റി റിസർവുകൾ. കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടുവരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകൾ അറിയപ്പെടുന്ന പേര് എന്ത്? കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്ന പേര് കാവുകൾ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്ന പേര് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല ഏത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇപ്പോൾ ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്ര? 36. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്ര? 36. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് എക്സിറ്റു കൺസർവേഷൻ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ ഇതൊക്കെ അറിയപ്പെടുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ ഉള്ള ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ത്? സുവോളജിക്കൽ പാർക്കുകൾ. വ്യത്യസ്ത ഇനത്തിലുള്ള ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സുവോളജിക്കൽ പാർക്കുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ JNTBGRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരത്തെ പാലോട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ JNTBRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാലോട് എന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ജീൻ ബാങ്കുകൾ. ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ജീൻ ബാങ്കുകൾ. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്?
എടവക പഞ്ചായത്താണ്, വയനാട് ജില്ലയിലാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? വയനാട്ടിലെ എടവക പഞ്ചായത്ത്. അടുത്തത് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? മലിനീകരണം, ഹരിതഗ്രഹ പ്രഭാവം, ഹരിതഗ്രഹ പ്രഭാവം, ഓസോൺ ശോഷണം, വനനശീകരണം, മണ്ണൊലിപ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ. പരിസ്ഥിതിയിലെ വായു, മണ്ണ്, ജലം എന്നിവയുടെ ഭൗതികവും രാസപരവുമായ സ്വാഭാവിക ഗുണങ്ങളിൽ മനുഷ്യനോ മറ്റ് ജന്തുക്കൾക്കോ ഹാനികരമാം വിധം പ്രതികൂല മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1974. ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1974. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏത്? കേരളം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2019 റിപ്പോർട്ട് അനുസരിച്ച് 2018 ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏത്? ഗുരുഗ്രാം എന്ന നഗരമാണ്, ഹരിയാനയിലുള്ളതാണ്. രണ്ടാമത്തെ നഗരം ചോദിച്ചാൽ ഗാസിയാബാദാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2019 റിപ്പോർട്ട് അനുസരിച്ച് 2018 ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഗ്രാമം ഏത്? ഗുരുഗ്രാമാണ്. ഗുരുഗ്രാം ഗ്രാമമല്ല, മലിനീകരിക്കപ്പെട്ട ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമാണ് ഗുരുഗ്രാമാണ്, ഹരിയാനയിലെ ഗുരുഗ്രാം. രണ്ടാം സ്ഥാനമുള്ളത് ഗാസിയാബാദ് എന്ന സ്ഥലത്തിനാണ്. ജലോപരിതലത്തിലെ പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ അഥവാ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ആൽഗൽ ബ്ലൂം എന്നാണ്. ആൽഗൽ ബ്ലൂം. ജലോപരിതലത്തിലെ പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ അല്ലെങ്കിൽ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആൽഗൽ ബ്ലൂം എന്നാണ്. ജലത്തിലെ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാകുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ജലത്തിൽ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാകുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് യൂട്രോഫിക്കേഷൻ. ജലത്തിന്റെ ജൈവ മലിനീകരണത്തിന്റെ തോത് അറിയപ്പെടുന്ന പേര് BOD എന്നാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ജൈവ ഓക്സിജൻ ആവശ്യകത എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ജലത്തിന്റെ ജൈവ മലിനീകരണത്തിന്റെ തോത് അറിയപ്പെടുന്ന പേര് BOD എന്നാണ്. അതിന്റെ ഫുൾ ഫോം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. ജലത്തിലുള്ള ജൈവമാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവിനെ സൂചിപ്പിക്കുന്നത് എന്ത്? BOD. ജലത്തിലുള്ള ജൈവമാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവിനെ സൂചിപ്പിക്കുന്നത് BOD. ജൈവമാലിന്യം കൂടുന്തോറും BOD കൂടുന്നു. ജൈവമാലിന്യം കൂടുന്തോറും BOD എന്ന അളവ് കൂടുകയാണ് ചെയ്യുന്നത്. വിഷവാതകങ്ങൾ മൂടൽ മഞ്ഞിന്റെയും സൂര്യപ്രകാശത്തിന്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിച്ച് ഉണ്ടാകുന്നത് എന്ത്? ഹിമധൂമിക അല്ലെങ്കിൽ സ്മോഗ് എന്ന് പറയും. SMOG സ്മോഗ്. വിഷവാതകങ്ങൾ മൂടൽമഞ്ഞിന്റെയും സൂര്യപ്രകാശത്തിന്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിച്ച് ഉണ്ടാകുന്നതാണ് ഹിമധൂമിക അല്ലെങ്കിൽ സ്മോഗ് എന്ന് പറയാം. വ്യാവസായിക നഗരങ്ങളിൽ വായുമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു ഘടകം ഏത്? ഹിമധൂമികയാണ്. വ്യാവസായിക നഗരങ്ങളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു ഘടകം ഹിമധൂമിക അല്ലെങ്കിൽ സ്മോഗ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം വായു മലിനീകരണം അനുഭവപ്പെടുന്ന 10 നഗരങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന 15 ഇന കർമ്മ പരിപാടി അറിയപ്പെടുന്ന പേര് ബ്രീത്ത് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വായു മലിനീകരണം അനുഭവപ്പെടുന്ന 10 നഗരങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന 15 ഇന കർമ്മ പരിപാടി അറിയപ്പെടുന്ന പേര് ബ്രീത്ത് ഇന്ത്യ എന്നാണ്. വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ നവംബർ 1 മുതൽ 5 വരെ ക്ലീൻ എയർ വീക്ക് ആരംഭിച്ച് നടപ്പിലാക്കിയ ഇന്ത്യൻ നഗരം ഏത്? ഡൽഹിയാണ്. വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ നവംബർ 1 മുതൽ 5 വരെ ക്ലീൻ എയർ വീക്ക് ആരംഭിച്ച് നടപ്പിലാക്കിയ ഇന്ത്യൻ നഗരം ഏത്? ഡൽഹി. അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാകുന്ന
മഴയ്ക്ക് വിളിക്കുന്ന പേര് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേർന്നത് മൂലം ഉണ്ടാകുന്നത് എന്ത്? അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗര ഭരണകൂടം ഏത്? ഡൽഹി. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗര ഭരണകൂടം ഏത്? ഡൽഹി. പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണൽ ഏത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണൽ ഏത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ പാർലറുകൾ ഉള്ള രാജ്യം ഏത്? ജപ്പാൻ. ശുദ്ധവായു ശ്വസിക്കാനായി ഓക്സിജൻ പാർലറുകൾ ഉള്ള രാജ്യം ഏത്? ജപ്പാൻ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി എന്ത്? കത്തിച്ചു കളയൽ അല്ലെങ്കിൽ കത്തിക്കൽ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? കത്തിക്കലാണ്. കത്തിക്കൽ. ഹരിതഗ്രഹ പ്രഭാവത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത്. ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ആര്? ജോസഫ് ഫോറിയർ. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ. ഹരിതഗ്രഹപ്രവാഹത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം. ഹരിതഗ്രഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകമേര് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2 ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന മറ്റ് വാതകങ്ങൾ ഏതൊക്കെ? മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന മറ്റ് വാതകങ്ങൾ മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നിവയാണ്. ആഗോളതാപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി ഏത്? സ്വർണ്ണത്തവള. ആഗോളതാപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി ഏത്? സ്വർണ്ണത്തവള. ആഗോളതാപനത്തിന്റെ ഫലമായി സമീപഭാവിയിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രദേശം ഏത്? ഹവായിയൻ ദ്വീപുകൾ. ആഗോളതാപനത്തിന്റെ ഫലമായി സമീപഭാവിയിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രദേശം ഏത്? ഹവായിയൻ ദ്വീപുകൾ ആണ്. വനമേഖലയെ ക്രമേണ വനേതര മേഖലകളാക്കി മാറ്റുന്ന പ്രവർത്തനം ഏത്? വനനശീകരണം. വനമേഖലയെ ക്രമേണ വനേതര മേഖലയാക്കി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് വനനശീകരണം. വനനശീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? ഇന്ധനത്തിനും വാണിജ്യാവശ്യത്തിനും വേണ്ടി മരം മുറിക്കുന്നത്, നഗരവൽക്കരണം, വികസന പദ്ധതികൾ. ഇതൊക്കെയാണ് വനനശീകരണത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. വനനശീകരണം ആഗോളതാപനം കൂട്ടുന്നത് മാത്രമല്ല മണ്ണൊലിപ്പിനും കാരണമാകുന്നത്. വനനശീകരണം രണ്ട് പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. ആഗോളതാപനം കൂടുന്നു, മണ്ണൊലിപ്പിന് കാരണമാകുന്നു. ബാഹ്യപ്രഭാവങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിലെ പാറയും മണ്ണും അല്പാൽപമായി നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് മണ്ണൊലിപ്പ്. ബാഹ്യപ്രഭാവങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിലെ പാറയും മണ്ണും അല്പാൽപമായി നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? മഴയും ഒഴുക്കുവെള്ളവും. മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണങ്ങൾ മഴയും ഒഴുക്കുവെള്ളവും. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഏത് പാളി? ഓസോൺ പാളി. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ? സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബ്യൂസൺ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ്. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്നത് അറിയപ്പെടുന്ന പേര് ഓസോൺ ശോഷണം. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന അവസ്ഥ ഓസോൺ ശോഷണം. ഓസോൺ ശോഷണത്തിന് കാരണം എന്തൊക്കെ?
ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC എന്നറിയപ്പെടുന്ന വാതകം സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോഴാണ് ഓസോൺ ശോഷണം തുടങ്ങുന്നത്. ഓസോൺ ശോഷണം തുടങ്ങുന്നത് എപ്പോഴാണ്? CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ. ഓസോണിന്റെ നിറം എന്ത്? ഇളം നീല. ഓസോണിന്റെ നിറം ഇളം നീല. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഡോപ്സൺ. ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഡോബ്സൺ. ഓസോൺ കണ്ടെത്തിയത് ഷോൺ ബീൻ എന്ന വ്യക്തിയാണ്. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏത്? CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC. ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടകം ഏത്? ക്ലോറിൻ. ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടകം ഏത്? ക്ലോറിൻ. CFC കണ്ടെത്തിയത് ആര്? തോമസ് മിഡ്ഗലെ. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം ഏത്? 1987. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്ന നടന്ന വർഷം 1987 ആണ്. അടുത്തത് പരിസ്ഥിതി സംഘടനയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പരിസ്ഥിതി സംഘടനകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഏത്? ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. 1948 നിലവിൽ വരുന്നത്. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയാണ്. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടന ഏത്? IUCN തന്നെയാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. അതിന്റെ ഷോർട്ട് ഫോമാണ് IUCN. IUCNന്റെ പൂർണ്ണരൂപമാണ് നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. IUCNലെ ആകെ കമ്മീഷനുകൾ എത്ര? 6. IUCNലെ ആകെ കമ്മീഷനുകൾ 6. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന സ്ഥലമാണ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചുവരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം ഏത്? പശ്ചിമഘട്ടം. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചുവരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം ഏത്? പശ്ചിമഘട്ടം. വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ച സ്ഥാപനം IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ചത് IUCN. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടന ഏത്? ഗ്രീൻ പീസ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടന ഏത്? ഗ്രീൻ പീസ് ആണ്. അത് സ്ഥാപിതമായ വർഷം 1971. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത്? ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം, ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? വാൻഗാരി മാതായി. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വാൻഗാരി മാതായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ചത് വാൻഗാരി മാതായി. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏത്? UNEP. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാണ്. ആഫ്രിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏത്? UNEP. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. UNEPയുടെ ആസ്ഥാനം എവിടെ? കെനിയയിലെ നെയ്റോബി എന്ന സ്ഥലമാണ്. UNEPയുടെ ആസ്ഥാനം
നെയ്റോബിയാണ്, കെനിയയാണ്. 1961 ഏപ്രിൽ 29 സ്ഥാപിതമായ പ്രകൃതിയുടെ ഗവേഷണം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടന ഏത്? WWF ആണ്. 1961 ഏപ്രിൽ 29 സ്ഥാപിതമായ പരിസ്ഥിതിയുടെ ഗവേഷണം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് WWF എന്ന് പറയുന്നത്. WWFന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വംശനാശം സംഭവിച്ചു വരുന്ന വർഗങ്ങളുടെ സംരക്ഷണം, കൂടാതെ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം, ഇവയെല്ലാമാണ് WWFന്റെ ധർമ്മങ്ങൾ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏത്? WWF. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF ആണ്. WWF എന്ന സംഘടനയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ എന്നാണ്. WWFന്റെ ഫുൾ ഫോം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ എന്നാണ്. WWFന്റെ ആസ്ഥാനം ഗ്ലാൻഡ് എന്ന സ്ഥലമാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ IUCNന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് തന്നെയാണ്. WWFന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്. WWFന്റെ ചിഹ്നം എന്ത്? ഭീമൻ പാണ്ട. WWFന്റെ ചിഹ്നം ഭീമൻ പാണ്ടയാണ്. WWFന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏത്? കടുവ. WWFന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം ഭീഷണി നേരിടുന്ന മൃഗം ഏത്? ജീവി ഏത്? കടുവ. വൃക്ഷലതാദികളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ലോബയാൻ. വൃക്ഷലതാദികളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ലോബയാൻ. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്കും കൂടി പ്രവർത്തനം ആരംഭിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം ഏത്? ലോബയാൻ. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം ഏത്? ലോബയാൻ. ജന്തുക്കളോട് കാട്ടുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകൾ ഏതൊക്കെ? SPCAയും PETAയുമാണ്. ജന്തുക്കളോട് കാട്ടുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകൾ ഏതൊക്കെ? SPCAയും PETAയുമാണ്. ഇതിന്റെ ഫുൾ ഫോം SPCAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് എന്നാണ്. SPCA സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ്. PETAയുടെ ഫുൾ ഫോം പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ്. PETAയുടെ ഫുൾ ഫോം പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് എന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് ആര്? മിഖായേൽ ഗോർബച്ചേവ്. 1993 പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് ആര്? മിഖായേൽ ഗോർബച്ചേവ്. കേരളത്തിലാദ്യമായി നാച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് ആര്? പ്രൊഫസർ ജോൺ C. ജേക്കബ്. കേരളത്തിലാദ്യമായി നാച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് ആര്? പ്രൊഫസർ ജോൺ C. ജേക്കബ് ആണ്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NEERI ആസ്ഥാനം എവിടെ? മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NEERI ആസ്ഥാനം എവിടെയാണ്? നാഗ്പൂർ ആണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെ? തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെ? തെന്മലയിൽ.